إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون
സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل فتعالى الله الملك الحق لا إله إلا هو رب العرش العظيم فتعالى الله الملك الحق അങ്ങേയറ്റം പരമാധികാരമുള്ള രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഉന്നതനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ ഹു, ആരാധനക്കർഹനായി അവനല്ലാതെ ആരും തന്നെയില്ല. റബ്ബുൽ അർശിൽ അദീം, അങ്ങേയറ്റം ഉന്നതമായ മഹത്വമുള്ള അങ്ങേയറ്റം വലിയ അർശിന്റെ ഉടമയാണവൻ, സിംഹാസനത്തിന്റെ ഉടമയാണവൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി ഒരു മുഅ്മിൻ നിൽക്കുന്ന സമയത്ത് അവൻ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നമസ്കാരം ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അല്ലാഹു അക്ബർ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കാരത്തിന് വേണ്ടി തന്റെ കൈകൾ കെട്ടുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെക്കുറിച്ചും അദമത്തിനെക്കുറിച്ചും ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്. വസിഅ കുർസിയ്യുഹു അസ്സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ കേവലം ഒരു ഭാഗമായ കുർസി എന്ന് പറയുന്നത് ആകാശലോകങ്ങളും ഭൂമിയുമെല്ലാം കൂടിയാലും ആ കുർസിയിനോളം എത്താത്ത വിധം ആ കുർസി അതിനേക്കാൾ വലുതാണ് എന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ കുർസിയു, കുർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗദിഉ ഖദമിഹി. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ കുർസിയു മൗദിഉ ഖദമൈ, അല്ലാഹുവിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന ഭാഗത്തിനാണ് കുർസി എന്ന് പറയുന്നത് എന്നാണ്. ആ കുർസി പോലും ആകാശ ലോകങ്ങളെക്കാളും ഭൂമിയെക്കാളും വലുതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ثم قال رضي الله عنه والعرش لا يقدر قدره, എന്നാൽ അല്ലാഹുവിന്റെ അർശിന്റെ വലുപ്പം എത്രയാണ് എന്ന് പറയാൻ പോലും സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല എന്നാണ്. ഇവിടെയാണ് ഖലഖസ് സമാവാതി വൽ അർദ് ثم في 6 أيام ثم استوى على العرش. الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش. പടച്ചറപ്പ് 6 ദിവസങ്ങളിൽ ആകാശലോകങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ശേഷം അവൻ അർശിനുമേൽ ആരോഹിതനായിരിക്കുന്നു. അർശുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്തവാ അലൽ അർശ്, അല്ലാഹു അവന്റെ സിംഹാസനത്തിനുമേൽ അർശിനുമേൽ ആരോഹിതനായിരിക്കുന്നു. ആ അർശിനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമാ മൗദിഉസ് സമാവാതി വൽ അർദ് വമാ മൗദിഉസ് സമാവാതി വൽ അർദ് മിനൽ കുർസിയ്യി ഇല്ലാ കഹലഖത്തിൻ ഫീ അർദി ഫലാ. വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയിൽ
ചെറിയ ഒരു വളയമിട്ടാൽ ആ മരുഭൂമിയുടെ വലുപ്പത്തെ വെച്ച് നോക്കുമ്പോൾ ആ വളയത്തിന്റെ വലുപ്പം എത്ര ചെറുതാണ്. അതാണ് കുർസി എന്ന് പറയുന്നത്. വമാ മൗദിഉ അസ്സമാവാതി വൽ അർദി മിനൽ കുർസി ഇല്ലാ കഹലഖത്തിൻ ഫീ അർദി ഫലാ. കണ്ണെത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ വളയം വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വളയത്തിന്റെ വലുപ്പവും മരുഭൂമിയുടെ വലുപ്പവും നിങ്ങൾക്ക് തുലനം ചെയ്യാൻ സാധിക്കുമോ? അപ്രകാരമാണ് അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചവും തമ്മിലുള്ള വലുപ്പത്തിന്റെ വ്യത്യാസമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന ഇടമാണ്. അപ്പൊ അതിന്റെ വ്യാപ്തിയുടെ വലുപ്പം ആലോചിച്ച് നോക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ മൗദിഉൽ കുർസിയ്യി മിനൽ അർശി ഇല്ലാ കഹലഖത്തിൻ മുൽഖാ ഫീ അർദി ഫലാ. എന്നാൽ അർശിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുർസിയുടെ വലുപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ വലുപ്പം എന്ന് പറയുന്നത് ഈ പറയുന്ന മരുഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു വളയത്തിന്റെ അത്ര മാത്രമാണ് കുർസിയുടെ വലുപ്പം വരുന്നത് അർശുമായി താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോ എത്രമാത്രം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അർശിന്റെ വ്യാപ്തി എത്രയാണ്, വലുപ്പം എത്രയാണ് എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കാത്ത വിധം അള്ളാഹുവിന്റെ അർശിന്റെ വലുപ്പം അത്രയാണ്. അതുകൊണ്ടാണ് റബ്ബൽ അർശിൽ അദീം, പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ അല്ലാഹുവേ ഭീമാകാരമായ അങ്ങേറ്റം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള അർശിന്റെ ഉടമസ്ഥനായ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ്. ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസൽ അഅല ഫഹുവ ഔസതുൽ ജന്ന വഅലൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മധ്യഭാഗത്ത് വരുന്നതും അതുപോലെ തന്നെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവുമായിട്ടുള്ള ഫിർദൗസ് തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ ചോദിക്കും, അല്ലാഹുവേ സ്വർഗത്തിന്റെ ഒരു ഓരത്തെങ്കിലും നിൽക്കാനുള്ള ഭാഗ്യം തന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അങ്ങനെയല്ല. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ ഫസലൂഹുൽ ഫിർദൗസൽ അഅല, നിങ്ങൾ അല്ലാഹുവിനോട് ഏറ്റവും ഉന്നതമായ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ ഫിർദൗസിന് മുകളിലാണ് പരമകാരുണ്യകനായ റബ്ബിന്റെ അർശ് വരുന്നത് ആ ഫിർദൗസിന് മുകളിലാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. قال صلى الله عليه وسلم أذن لي أن أحدثكم بملك من حملة العرش ما بين شحمة أذنه إلى عاتقه مسيرة 700 عام. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വഹി നൽകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അർശിന്റെ വാഹകരായ മലക്കുകളിൽ വെച്ച് ഒരു മലക്കിനെ കുറിച്ചൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ അള്ളാഹു എനിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ആ മലക്കിന്റെ ചെവിക്കുന്നിയിൽ നിന്നും ആ മലക്കിന്റെ ചുമലിലേക്കുള്ള വഴിദൂരം എന്ന് പറയുന്നത് 700 വർഷക്കാലം നിങ്ങൾ സഞ്ചരിച്ചാലെത്തുന്ന അത്രയും ദൂരമാണ് ആ മലക്കിന്റെ വലുപ്പമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാഹുവിനോട് റബ്ബൽ അർശിൽ അദീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ വലുപ്പം എത്രയാണ്, ഗൗരവം എത്രയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർന്നില്ല. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വസിനത അർശിഹി വസിനത അർശിഹി. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവേ നിന്റെ സൃഷ്ടിജാലങ്ങൾ എത്രമാത്രമുണ്ടോ ആ സൃഷ്ടിജാലങ്ങൾ അത്രയും വരുന്ന അത്രയും തവണ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പിന്നെ പറയുന്നത് വസിനത അർശി, അല്ലാഹുവേ നിന്റെ അർശിന്റെ തൂക്കം എത്രയാണോ അത്രയും ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോ
قال شيخ الإسلام ابن تيمية رحمه الله وهذا دليل على أن وزن العرش أعظم وزن അള്ളാഹുവിന്റെ അർശിന്റെ തൂക്കത്തെക്കാൾ വലിയൊരു തൂക്കമില്ല എന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ്. ചോദിക്കുമ്പോ അള്ളാഹുവേ നിന്റെ അർശിന്റെ തൂക്കത്തിനത്രയും ഞാൻ നിന്നെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ വരുന്നത് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ആരംഭിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ ജബ്ബാറായ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധ്യത്തോടുകൂടി നമസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നുള്ളതാണ്. അവനെല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും വഹുവസ് സമീഉൽ ബസീർ, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും കാണുന്നവനുമാണ്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആ റബ്ബിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുവാനും ആ പടച്ചറപ്പിനോട് മാത്രമായി ചോദിക്കുവാനും ഇയ്യാക നഅ്ബുദ്, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, വ ഇയ്യാക നസ്തഈൻ, പടച്ചറപ്പേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ള ആ വചനം നമ്മളുടെ മനസ്സിൽ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ അദവത്ത് മനസ്സിലാക്കി പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അർശിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങൾ മാത്രമാണ്, ഏതാനും കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർശിന്റെ അദമത്തിനെ കുറിച്ച് അവന് മനസ്സിലാക്കാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു അത്യുന്നതനാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഷാഹിൻ ഷാ, അതുപോലെ തന്നെ മലിക്കുൽ മുലൂക്ക് എന്ന് ഭൂമിയിലുള്ള രാജാക്കന്മാരെ നിങ്ങൾ വിളിക്കരുത്. കാരണം അല്ലാഹുവാണ് മലിക്കുൽ മുലൂക്ക്. ഷാഹിൻ ഷാ എന്ന് പറയുന്നത് രാജാധിരാജൻ എന്ന് പറയുന്ന പ്രയോഗം പടച്ചറബിനെ കുറിച്ചല്ലാതെ ഒരാളെ കുറിച്ചും പ്രയോഗിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അദമത്ത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക, പടച്ചറബിന് വിധേയപ്പെട്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. آمين 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 برحمتك يا أرحم الراحمين. واقم الصلاة. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة